Namaste viewers, welcome back to my new video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഓപ്ഷൻ ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നമുക്ക് കറക്റ്റായിട്ട് നല്ല എൻട്രി എക്സിറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ലൈവിലാണ് ഈ വീഡിയോ കാണിക്കുന്നത്. നിങ്ങൾക്കിത് ലൈവായിട്ട് ഈ സ്ട്രാറ്റജി പഠിക്കാനും എൻ്റെ ഒരു ലൈവ് ഡെമോ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോ കൂടെയുണ്ട്. അത് കോൾ ഓർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. വീഡിയോ നമ്മുടെ ഓഫീസ് വരുന്ന ചേർത്തല നമുക്ക് ഡയറക്റ്റ് ഓഫീസുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് കാണണമെങ്കിൽ ഡയറക്റ്റ് വരാവുന്നതാണ്. ഇപ്പോൾ കാണിക്കുന്ന ഓപ്ഷൻ നമ്മൾ 40 റുപ്പീസിന് വന്നൊരു ഓപ്ഷൻ എങ്ങനെയാണ് 139 എത്തിയെന്നുള്ളതാണ്. അതായത് നമ്മുടെ സോഫ്റ്റിനകത്ത് നമുക്ക് ഓപ്ഷൻ ചെയിൻ കൂടെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഈ വരുന്ന ട്രേഡ് സോഫ്റ്റ് ഓട്ടോമാറ്റിക്കാണ് നമുക്ക് സിഗ്നൽസ് ഒക്കെ തരണം. വരുന്ന ട്രേഡ് എല്ലാം കയറി നമ്മൾ ട്രേഡ് എടുക്കല്ലേ, കാരണം എല്ലാം കൺഫേം ആവില്ല. അപ്പോൾ ഒരു കൺഫേം ആയിട്ടുള്ള ട്രേഡ് എങ്ങനെ എടുക്കണം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇത് കാണിക്കുന്ന നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷനാണ്. നമുക്ക് പുട്ട് ഓപ്ഷനിൽ രാവിലെ ഈ ഗ്രീൻ കളറിൽ വരുന്ന കിടക്കുന്നില്ല, അത് ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷനാണ്. നമുക്ക് ഈ ഗ്രീൻ കളറിൽ അപ്പാരെ ബൈ ചെയ്യാനുള്ളത്. സിഗ്നൽ വരുമ്പോൾ ഇതുപോലൊരു അലേർട്ട് മെസ്സേജ് വരും, അത് നമുക്ക് സൗണ്ടോടുകൂടി കേൾക്കാൻ പറ്റും. ഈ അലേർട്ട് മെസ്സേജിനുള്ളിൽ നമുക്ക് എൻട്രി ചെയ്യാനുള്ള, അതായത് ബൈ ആണെങ്കിൽ ഏത് റേറ്റിൽ ബൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമുക്ക് എഴുതി കാണിച്ചു തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാം, അപ്പോൾ ഈ നമ്മൾ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ സോഫ്റ്റ്വെയർ എന്തിനാണ് യൂസ് ചെയ്യുന്ന, ട്രേഡിങ്ങിലുണ്ടാകുന്ന ലോസിന് മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഈ വരുന്ന സിഗ്നലിൽ ഒരു കൺഫർമേഷൻ കൂടെ ഉണ്ടായിരിക്കണം. ആ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം എടുത്തു വെച്ചാൽ മതി. കൺഫർമേഷൻ ഇത്രയേ ഉള്ളൂ. ഈ ആരോ വന്നതിന് ശേഷം നമുക്ക് ബൈ സിഗ്നൽ വന്ന ശേഷം താഴത്തോട്ട് നോക്കി ഏറ്റവും താഴത്ത് ഇതുപോലെ ഈ ബാറിൽ ആ ബാർ ഗ്രീൻ ആയിരിക്കണം. അതുപോലെ പ്രൈസ് ഇവിടെ ബൈ സോണെന്ന് എഴുതിയും കാണിക്കണം. സോഫ്റ്റ് ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കാണിച്ചു തന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയ ശേഷം അത് കൺഫേം ആയോ അല്ലേ എന്നുള്ളത്. ഈ ഒരു കൺഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 90% മാർക്കറ്റ് കയറും. നമുക്ക് ഡയറക്റ്റായിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ട്രേഡ് എല്ലാം എടുക്കേണ്ടത് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി പഠിച്ച് ചെയ്യാൻ പറ്റുന്നൊരു സ്ട്രാറ്റജിയാണ് ഇതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന 24 എണ്ണുണ്ട് പുട്ട് സൈഡിലുണ്ട്, പുട്ട് ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ സ്ട്രൈക്ക് സെലക്ഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് തന്നെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാം. അത് നമ്മൾ ലൈവ് ഡെമോൺസ്ട്രേഷൻ തരുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതെങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് നിഫ്റ്റിയുടെ മെയിൻ ചാർട്ടാണ് നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് നമ്മൾ സ്ട്രൈക്ക് സെലക്ഷൻ ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുമ്പോൾ തന്നെ നിഫ്റ്റിയിൽ നമുക്ക് എൻട്രി കാണിച്ചു തരുമല്ലോ, അതിൽ നിന്ന് തന്നെ നമുക്ക് കോൾ സൈഡാണോ പുട്ട് സൈഡാണോ എൻട്രി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഓൾറെഡി ഈ മാർക്കറ്റ് കയറിയിട്ട് ഇപ്പം നോക്കിയാൽ 40 വന്ന ആ ട്രേഡ് 24 എണ്ണൂറിൻ്റെ 40 വന്ന ട്രേഡ് ഇപ്പം നോക്കിയാൽ 143 വരെ ആയിട്ടുണ്ട്. ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ട് ഇറങ്ങിയിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. റെഡ് ലൈൻ ഇല്ല, അത് ട്രെൻഡ് ലൈനാണ്. ഡൗൺ ട്രെൻഡിലോട്ട് വന്നിട്ടുണ്ടെങ്കിലും താഴത്തെ ബാറിൽ ചേഞ്ചസ് ഒന്നും അല്ല. ആ ബാർ നമ്മുടെ കൺഫേം ബാറാണ്. അതെപ്പം ഗ്രീൻ എന്ന് വെച്ചാൽ അത് മാർക്കറ്റ് കയറുമെന്ന് തന്നെയാണ് അർത്ഥമേ. നോക്കിയേ, നമ്മളിപ്പോൾ ഓൾറെഡി ആ ഒരു ഈ ഇവിടുന്ന് ട്രേഡ് എടുത്ത് നമ്മൾ എക്സിറ്റ് ചെയ്തു. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് റെസിസ്റ്ററുടെ ബ്രേക്കുന്ന ലെവൽ വെച്ച് രണ്ടാമതിനകത്ത് എൻട്രി എടുക്കാമായിരുന്നു. അണ്ട് ഈ ഒരു റെഡ് സ്റ്റാറാണ് റെസിസ്റ്റ് ചെയ്യുന്ന ലെവല്. അവിടെ വെച്ച് നമുക്ക് രണ്ടാമതും വേണമെങ്കിൽ ഇതിനെ ബൈ ചെയ്തിട്ടായിരുന്നു. അപ്പോഴും നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ്. അതൊരു 40 നിന്നൊരു ട്രേഡാണ് നമുക്ക് ഇപ്പോൾ 141 കയറിയിരിക്കുന്നത്. അപ്പോൾ ഒരു കൺഫേം എൻട്രി ആണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 90% ആക്രോസ് ഇതിനകത്ത് കിട്ടും. നിങ്ങൾക്ക് തന്നെ ഇത് പഠിച്ച് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇത് ലൈവായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.